Good afternoon. Good Good afternoon, ma'am. afternoon. Good afternoon, ma'am. Okay, അപ്പോൾ നമ്മളിന്ന് അഡ്മിനിസ്ട്രേഷൻ ലാസ്റ്റ് പേജിലെ administration must involve standard policies for protection of patient in operation theatre. ആ ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, Yes, ma'am. എമർജൻസി എക്യുപ്മെന്റ് കംപ്ലീറ്റ് ചെയ്തായിരുന്നില്ലേ അത്? എമർജൻസി എക്യുപ്മെന്റ് അസോസിയേറ്റ് ഡ്യൂട്ടീസ് ആ Yes, ma'am. Complete ആണ്. ഓക്കെ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിലെ പേഷ്യൻസിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള സ്റ്റാൻഡേർഡ് പോളിസികൾ എന്താണ് അഡ്മിനിസ്ട്രേഷനിൽ ഉൾപ്പെടുത്തിയിരിക്കണമെന്ന് പറയുന്നു. ഓക്കെ, എന്താണ് പേഷ്യന്റിന്റെ സേഫ്റ്റിക്കും അതേപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നതിനും സർജിക്കൽ പ്രൊസീജിയേഴ്സിൽ ഉണ്ടാകാവുന്ന മിസ്റ്റേക്സുകൾ കുറയ്ക്കുന്നതിനുമെല്ലാം എന്താണ് ഇത്തരത്തിലുള്ള സ്റ്റാൻഡേർഡ് പോളിസികൾ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഓക്കെ, അപ്പോ ഏതൊക്കെ മേഖലകളിലാണ് ഇത്തരം സ്റ്റാൻഡേർഡ് പോളിസീസ് കൊണ്ടുവരേണ്ടത്? ഫസ്റ്റ് വൺ എന്താ പറയുന്നത്? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ. ഓക്കെ, എന്തായിരിക്കാം മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻ? ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിന്. ഓക്കെ, എങ്ങനെയെല്ലാം എന്തെല്ലാം പോളിസീസ് ആയിരിക്കാം അതിൽ കൊണ്ടുവന്നിട്ടുണ്ടാകുന്നത്? ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന യൂസ്റ്റാക്ക് ഓക്കെ, ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന പേഷ്യന്റിനെ ഏതെല്ലാം രീതിയിലാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്? എന്തായിരിക്കാം? അവരുടെ മെഡിക്കൽ റെക്കോർഡ്സ് നോക്കി അല്ലെ, മെഡിക്കൽ റെക്കോർഡ്സിൽ അവരുടെ നെയിം ഉണ്ടാവും, അതേപോലെ തന്നെ എന്താ ഡേറ്റ് ഓഫ് ബർത്ത് അടക്കം ഇൻക്ലൂഡഡ് ആണ് അല്ലെ. സോ അത് നോക്കിയായിരിക്കാം ഒരു മെത്തേഡ് അതാണ്. ഓക്കെ, അങ്ങനെ പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ ഏത് രീതിയാണുള്ളത്? പിന്നെ ഏതായിരിക്കാം? റിസ്റ്റ് ബാൻഡ് കണ്ടിട്ടില്ലേ? കയ്യിൽ ഒരു റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരിക്കും. ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തുന്ന പേഷ്യന്റിന്റെ കയ്യിൽ ഒരു റിസ്റ്റ് ബാൻഡ് ഉണ്ടായിരിക്കും. അതിലും എന്താണ് പേഷ്യന്റിന്റെ നെയിം ഉണ്ടായിരിക്കും, ഇൻക്ലൂഡിങ് ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടായിരിക്കും. ഓക്കെ, അത് നോക്കിയും പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ മെയിൻലി രണ്ട് മെത്തേഡ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഏതാണ്? മെഡിക്കൽ റെക്കോർഡ്സ് നോക്കി കൺഫേം ആക്കണം, അതേപോലെ തന്നെ എന്താണ് റിസ്റ്റ് ബാൻഡ് നോക്കിയും ഐഡന്റിഫൈ ചെയ്യേണ്ടതാണ്. അതല്ലാതെ എന്താണ് പേഷ്യന്റിന്റെ താമസിച്ച റൂമിന്റെ നമ്പറോ അതല്ലെങ്കിൽ ബെഡിന്റെ നമ്പറോ ബെഡിന്റെ പൊസിഷനോ പറഞ്ഞു ഒരിക്കലും ഒരു പേഷ്യന്റിനെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പാടുള്ളതല്ല. ക്ലിയർ ആണോ? നെക്സ്റ്റ് നോക്കിക്കോളൂ, റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. ഓക്കെ, ഒരു പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കാം? അതിലുള്ള പോളിസീസ് എന്തൊക്കെയായിരിക്കാം? എന്താണ് മൂവ് ചെയ്യിക്കുമ്പോൾ ധാരാളം പ്രിക്യൂഷൻസ് എടുക്കേണ്ടതുണ്ട്. കാരണം എന്താണ് പേഷ്യൻസിന് ഇഞ്ചുറീസ് ഉണ്ടാകാതെ അവരെ പ്രോപ്പർ ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ എത്തിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം? ഇപ്പൊ മൂവ് ചെയ്യാൻ കഴിയാത്ത, സ്വന്തമായിട്ട് മൂവ് ചെയ്യാൻ കഴിയാത്ത പേഷ്യന്റ് ആണെങ്കിൽ അത്തരം പേഷ്യൻസിന് വേണ്ടി എന്താണ് വീൽ ചെയറോ സ്ട്രെച്ചറോ ഏർപ്പാടാക്കേണ്ടതാണ് അല്ലെ. അത്തരത്തിലുള്ള ഡിവൈസിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കണം കൊണ്ടുപോകേണ്ടത്. ഓക്കെ, ഇനി ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള ഡിവൈസുകൾ എങ്ങനെയുള്ളതായിരിക്കണം? പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ജം ഫ്രീ ആണെന്നും ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആണോ? റീസ്ട്രെയിനിങ് ഓഫ് പേഷ്യൻസ് ഡ്യൂറിങ് മൂവ്മെന്റ്. ആൻഡ് ദി തേർഡ് വൺ, പ്രൊട്ടക്ഷൻ ഓഫ് പേഷ്യൻസ് ഓൺ ഓപ്പറേറ്റിംഗ് ടേബിൾ വൈൽ ടേണിംഗ് ഓർ ട്രാൻസ്ഫറിംഗ്. ഒരു ഓപ്പറേറ്റിംഗ് ടേബിളിലുള്ള പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടേൺ ചെയ്യുന്ന സമയത്തോ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. എന്തൊക്കെയായിരിക്കണം? ഓപ്പറേഷൻ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവരെ റിക്കവറി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാറുണ്ട് അല്ലെ. ആ സമയത്ത് സ്ട്രെച്ചറിലോട്ട് മാറ്റേണ്ടി വരാറുണ്ട്. അപ്പൊ എന്താണ് ഒരു ട്രാൻസ്ഫർ ബോർഡോ അല്ലെങ്കിൽ എന്താണ് ലിഫ്റ്റിംഗ് എയ്ഡ്സോ യൂസ് ചെയ്യേണ്ടി വരാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? അത്തരത്തിലുള്ള ഡിവൈസുകൾ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം. അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അതേപോലെ തന്നെ ജം ഫ്രീ ആണെന്നും ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആണോ? അതുകൂടാതെ തന്നെ ചില പേഷ്യൻസ് എന്താണ് സർജറിക്ക് ശേഷം അൺകോൺഷ്യസ് സ്റ്റേജിലായിരിക്കും. ഓക്കെ, അൺകോൺഷ്യസ് സ്റ്റേറ്റിലാണെങ്കിൽ അത്തരം പേഷ്യൻസിനെ മൂവ് ചെയ്യിക്കാനായിട്ട് രണ്ടിൽ കൂടുതൽ ഓക്കെ മിനിമം എന്താണ് 2 സ്റ്റാഫ് എങ്കിലും ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിരിക്കണം. ക്ലിയർ ആണോ? ഓക്കെ,
ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾ. എന്തൊക്കെയായിരിക്കാം പ്രോട്ടോകോൾസ്? ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നതിനായിട്ടുള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയായിരിക്കാം? ഓപ്പറേഷൻ തിയേറ്ററിൽ അവർ ഫോളോ ചെയ്യേണ്ട പ്രോട്ടോകോൾസ് എന്തൊക്കെയായിരിക്കാം? സ്റ്റാഫുകളെ സംബന്ധിച്ചാണെങ്കിൽ അവരെന്തെല്ലാം ശ്രദ്ധിക്കണം? PPE വെയർ ചെയ്യണം. ഓക്കെ, വെരി ഗുഡ്. PPE വെയർ ചെയ്യണം. ദെൻ പിന്നെന്താ? ഹാൻഡ് വാഷ്, സ്ക്രബിങ് അല്ലെ, സ്ക്രബിങ് മെത്തേഡ് ചെയ്തിരിക്കണം. ദെൻ ഇനി ഓപ്പറേഷൻ തിയേറ്റർ എങ്ങനെയുള്ളതായിരിക്കണം? സ്റ്റെറൈൽഡ് ആയിട്ടുള്ള, ജം ഫ്രീ ആയിട്ടുള്ള എൻവയോൺമെന്റ് ആയിരിക്കണം. ഓക്കെ, ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ? അതേപോലെ തന്നെ ലാമിനാർ എയർ ഫ്ലോസ് ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി അതിനു മുൻപ് തന്നെ പ്രീ ഓപ്പറേറ്റീവ് പ്രിപ്പറേഷൻസ് ഉണ്ട്. ഒരു പേഷ്യന്റിനെ ഓപ്പറേഷന് വേണ്ടി തയ്യാറാക്കേണ്ടതുണ്ട് അല്ലെ. ഇൻസെഷൻ ഉണ്ടാക്കുന്ന ഭാഗത്ത് എന്താണ്, ആ ഭാഗത്തെ പ്രോപ്പർ ആയിട്ട് ക്ലീൻ ചെയ്യണം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഹെയർ ഒക്കെ ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്തിരിക്കണം. ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? ഡിസ്പോസലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? എന്താണ്, അവിടെയുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വേസ്റ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ആ വേസ്റ്റുകൾ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ലേബിൾഡ് ബാഗിലോ കണ്ടെയ്നറിലോ ആയിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ പിന്നെന്താണ്, പങ്ക്ചർ റെസിസ്റ്റന്റ് ഷാർപ്സുകൾ ആണെങ്കിൽ പങ്ക്ചർ റെസിസ്റ്റന്റ് കണ്ടെയ്നറിലായിരിക്കണം ഡിസ്പോസ് ചെയ്യേണ്ടത്. ഓക്കെ, ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസുകൾ പാലിച്ചിരിക്കണം. എവിടെ? ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്. ക്ലിയർ ആണോ? ഓക്കെ, ദെൻ റിക്കവറി റൂം. ഇപ്പൊ നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലെ കാര്യമാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഇൻ റിക്കവറി റൂം. റിക്കവറി റൂമിലാണെങ്കിൽ എന്തെല്ലാം പ്രോട്ടോകോൾസ് ആണ് അല്ലെങ്കിൽ എന്തെല്ലാം പോളിസീസ് ആണ് അവിടെ ശ്രദ്ധിക്കേണ്ടത്? Patient observation to be performed every 15 minutes after the surgery, including vital signs, level of consciousness, bleeding, etc. ഓക്കെ, എന്താണ്, റിക്കവറി റൂമിലേക്ക് ഓപ്പറേഷൻ സർജിക്കൽ പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ആ പേഷ്യന്റിനെ റിക്കവറി റൂമിലേക്ക് മാറ്റുന്നുണ്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ഹെൽത്ത് കണ്ടീഷൻ ചെക്ക് ചെയ്തിരിക്കണം. എന്തൊക്കെ വൈറ്റൽ സൈൻസ് ആയിരിക്കും മോണിറ്റർ ചെയ്യേണ്ടത്? എന്തൊക്കെ ആയിരിക്കാം? BP ചെക്ക് ചെയ്യണം. ദെൻ പൾസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ഹാർട്ട് റേറ്റ് നോക്കണം, അതേപോലെ BP നോക്കണം, ദെൻ റെസ്പിറേറ്ററി റേറ്റ് നോക്കണം, വേണ്ടേ? അപ്പൊ ഇത്തരത്തിലുള്ള ഫാക്ടേഴ്സ് എല്ലാം, ഇത്തരത്തിലുള്ള ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യണം. ഇത്തരത്തിലുള്ള വൈറ്റൽ സയൻസുകൾ പ്രോപ്പർ ആയിട്ട് ഓരോ 15 മിനിറ്റ് കൂടുമ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ചെക്ക് ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും ഒരു അബ്നോർമൽ ഫൈൻഡിങ്സ് കണ്ടെത്തിയാൽ ഉടൻ തന്നെ ഡ്യൂട്ടിയിലുള്ള ഫിസിഷ്യനെയോ അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനെയോ ഇൻഫോം ചെയ്തിരിക്കണം. ക്ലിയർ ആണോ? ഇത് ഫസ്റ്റ് പോയിന്റ് ഇൻ റിക്കവറി റൂം. ആൻഡ് സെക്കൻഡ് വൺ എന്താണ്? ഓൾ എക്യുപ്മെന്റ് ഷുഡ് ബി റെഡി ഓൺ ഡിമാൻഡ്. ആവശ്യമുള്ളപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ പേഷ്യന്റ് മോണിറ്റേഴ്സ് ആണെങ്കിലും അല്ലെങ്കിൽ റിക്കവറി റൂമിൽ ആവശ്യമായിട്ട് വരുന്ന എല്ലാ ഡിവൈസുകളും എന്താണ്, അവിടെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, റെസ്ട്രിക്ഷൻ ഓഫ് വിസിറ്റേഴ്സ് ടു പ്രിവെന്റ് ഇൻഫെക്ഷൻ. റെസ്ട്രിക്ഷൻ അല്ല, എന്താണ്, വിസിറ്റേഴ്സ് അലൗഡ് ആണോ റിക്കവറി റൂമില്? വിസിറ്റേഴ്സ് അലൗഡ് അല്ല. എന്തുകൊണ്ടാണ്? ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടി വിസിറ്റേഴ്സിനെ അലൗ ചെയ്യുന്നതല്ല. ഓക്കെ, ഇത്തരം കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇൻ റിക്കവറി റൂം ആൻഡ് ഓപ്പറേഷൻ തിയേറ്റർ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഫസ്റ്റ് വൺ എന്തായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിൽ? പേഷ്യന്റ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിക്കൽ റെക്കോർഡ് അതുപോലെ റിസ്റ്റ് ബാൻഡ് ഒക്കെ യൂസ് ചെയ്യണം. ഓക്കെ, ദെൻ പിന്നെ പേഷ്യന്റിനെ മൂവ് ചെയ്യുമ്പം പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ആയിട്ടുള്ള വീൽ ചെയേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യുക. പിന്നെ പേഷ്യന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പം അവരുടെ പേഷ്യന്റ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ലിഫ്റ്റിംഗ് എയ്ഡ്സ് അതുപോലെ സ്റ്റാഫുകൾ, മതിയായ സ്റ്റാഫുകളൊക്കെ ആവശ്യമാണ്. പിന്നെ അവിടെയുള്ള പ്രോട്ടോകോൾസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുക, എന്താ വെച്ചാൽ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണല്ലോ. ഇത് ഇൻ റിക്കവറി റൂമിലാണെങ്കിലോ? പേഷ്യന്റിനെ എപ്പോഴും 15 മിനിറ്റ് കൂടുമ്പോൾ അവരുടെ വൈറ്റൽസും
അതുപോലെ തന്നെ അവരുടെ ലെവൽ ഓഫ് കോൺഷ്യസ്, അവര് കോൺഷ്യസ് ലെവല്, അതുപോലെ തന്നെ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുന്ന 15 മിനിറ്റ്സ് കൂടുമ്പോഴും ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ എപ്പോഴും എല്ലാ എക്യുപ്മെന്റ്സും എപ്പോൾ ആവശ്യം വരുന്നു ആ സമയത്ത് അതെല്ലാം വർക്കിംഗ് ആയിട്ടുള്ള കണ്ടീഷനിൽ വേണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടാവാൻ. പിന്നെ വിസിറ്റേഴ്സിനെ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട് ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആ ഒരു ടോപ്പിക് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് നോക്കിക്കോളൂ. റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി. ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറീസ് കീപ് ദ ഡിപ്പാർട്ട്മെന്റ് റണ്ണിംഗ് സ്മൂത്ത്ലി ആൻഡ് എഫക്റ്റീവ്ലി ബൈ ഗ്രീറ്റിംഗ് ആൻഡ് വെൽക്കമിംഗ് പേഷ്യൻസ്. എന്താ പറയുന്നത്? ഒരു ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളെ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും പ്രവർത്തിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? പേഷ്യൻസിനെ ഗ്രീറ്റ് ചെയ്യുക, വെൽക്കം ചെയ്യുക, അതേപോലെ അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫംഗ്ഷൻ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും നടക്കുന്നതിന് ഹെൽപ്പ് ചെയ്യേണ്ടത് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. Then answering questions and clear doubts. ഓക്കെ, ഓപ്പറേഷൻ റൂം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സർജറികൾ ഷെഡ്യൂൾ ചെയ്യുക, അതേപോലെ തന്നെ സപ്ലൈസ് ഓർഡർ ചെയ്യുക, എല്ലാ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിലെ റൂൾസുകളെല്ലാം പാലിച്ചാണ് ഓപ്പറേഷൻ നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് ഒരു ഓപ്പറേഷൻ റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഇദ്ദേഹത്തിന് തന്നെയാണ്. ഓക്കെ, സർജറിയുമായിട്ട് ബന്ധപ്പെട്ട എന്തായിരുന്നു ഫസ്റ്റ് പോയിന്റ്? അമൃത. ഓക്കെ, അപ്പോ എന്താണ് രണ്ടാമത്തെ പോയിന്റ്? ക്ലിയർ ആണോ? സർജറി ഒന്നുകൂടെ പറയാം. സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? സർജറിയുമായി ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനുള്ള റെസ്പോൺസിബിലിറ്റിയും ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിക്കാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റിൽ എന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്തായിരുന്നു? എന്താണ് ഫസ്റ്റ് പോയിന്റിൽ ഡിസ്കസ് ചെയ്തത്? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ സ്മൂത്ത് ആയിട്ടും എഫിഷ്യന്റ് ആയിട്ടും പ്രവർത്തിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യേണ്ട പേഴ്സൺ ആണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ പോയിന്റിൽ എന്തായിരുന്നു? ഓപ്പറേഷൻ റൂം ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട സർജറികൾ ഷെഡ്യൂൾ ചെയ്യുക, ഓക്കെ, അതേപോലെ സപ്ലൈസ് ഓർഡർ ചെയ്യുക, എല്ലാ റൂൾസ് ആൻഡ് റെഗുലേഷൻസും പാലിച്ചാണോ സർജറീസ് നടക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുക. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയും അദ്ദേഹത്തിന് തന്നെയാണ്. ക്ലിയർ ആണോ? സെക്കൻഡ് വൺ. ഓക്കെ, ആൻഡ് ദി തേർഡ് വൺ, ദീസ് വർക്കേഴ്സ് operate office equipment that includes voicemail and phone system, machines, copiers and scanners, and also maintain and organize department supplies. Next responsibility എന്താണ്? ഡിപ്പാർട്ട്മെന്റിനുള്ളിലെ കമ്മ്യൂണിക്കേഷൻസ് പ്രോപ്പർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യേണ്ടതും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, അതായത് വോയിസ് മെയിൽ അയക്കുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക, അതേപോലെ ഫോൺ സിസ്റ്റംസ് എന്തായിരിക്കാം? ഫോൺസ് കോളുകൾ അറ്റൻഡ് ചെയ്യുക, ഉചിതമായ സ്റ്റാഫിലേക്ക് ആ കോള് റൂട്ട് ചെയ്യുക, പിന്നെന്താണ് ഡോക്യുമെന്റ്സുകൾ കോപ്പി എടുക്കുക, അതേപോലെ റെക്കോർഡ്സുകൾ സ്കാൻ ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആരാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ആണ്. ക്ലിയർ ആണോ? The fourth one, they accept and route message and transfer correspondence verbally or through right forms. എന്തായിരിക്കാം അതിൽ പറയുന്നത്? ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കിട്ടുന്ന ഇൻഫോർമേഷൻസ് കറക്റ്റ് ആയിട്ട് മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അതല്ലെങ്കിൽ സർജിക്കൽ ടീമിലേക്ക് പാസ് ചെയ്യേണ്ടതും ഇദ്ദേഹം തന്നെയാണ്. ഓക്കെ, ത്രൂ വെർബലി ആയിരിക്കാം അല്ലെങ്കിൽ ഒരു റിട്ടൺ ഫോമാറ്റിലായിരിക്കാം. ഓക്കെ, അത് പാസ് ചെയ്യേണ്ട, ആ ഇൻഫോർമേഷൻ പാസ് ചെയ്യേണ്ടതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. ക്ലിയർ ആണോ? Additional duties consist of taking specimens to the lab, help in scheduling procedures, supporting the department through updating bed status. അതിലെന്താ പറയുന്നത്? ഇപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത റെസ്പോൺസിബിലിറ്റീസ് അല്ലാതെ കുറച്ച് അഡീഷണൽ ഡ്യൂട്ടീസ് വരുന്നുണ്ട്. എന്തൊക്കെയാണത്?
ലാബുകളിലേക്ക് സാമ്പിൾസ് കൊണ്ടുപോകുക. ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ലാബുകളിലേക്ക് എന്താണ് സാമ്പിൾസ് കൊണ്ടുപോകുക. അതേപോലെ തന്നെ പിന്നെന്താണ് സർജൻസിനെയും മറ്റ് സ്റ്റാഫുകളെയും കോർഡിനേറ്റ് ചെയ്ത് ഓപ്പറേഷൻസ്, ബെഡിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ഇതെല്ലാം അദ്ദേഹത്തിന്റെ അഡീഷണൽ ഡ്യൂട്ടീസ് ആണ്. ഓക്കെ, എന്തൊക്കെയാണ്? ലാബിലേക്ക് സാമ്പിൾസ് കൊണ്ടുപോകുക, അതേപോലെ തന്നെ ബെഡിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് ഓപ്പറേഷൻ ഷെഡ്യൂൾ ചെയ്യുക. ക്ലിയർ ആണോ? And the sixth one, maintaining cleanliness and orderliness like cleaning nurses stations. അതിലെന്താ പറയുന്നത്? നഴ്സസ് സ്റ്റേഷൻസ് അതേപോലുള്ള ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വിവിധ ഏരിയാസ് ക്ലീൻ ആയിട്ടും ചിട്ടയോടും കൂടി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? നേഴ്സസ് സ്റ്റേഷൻ പോലുള്ള ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റ് ഏരിയാസും എന്താണ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. And the last one, executive secretaries may also be responsible for managing and training new clerical within the operating room department. ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്ന പുതിയ ക്ലറിക്കൽ സ്റ്റാഫുകൾ, ഓക്കെ, പുതിയ സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കേണ്ടതും അതേപോലെ പിന്നെന്താണ് അവർക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടതും എല്ലാം ആരുടെ ഡ്യൂട്ടിയാണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ഡ്യൂട്ടിയാണ്. ക്ലിയർ ആണോ? അപ്പൊ എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസിൽ വരുന്നത്? എന്തൊക്കെയാണ് ഒരു ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസ്? എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്താണ്? അതായത് അവിടെയുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ സ്മൂത്ത് ആയിട്ടുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള റണ്ണിങ്ങിനെ കീപ്പ് ചെയ്യുക, അവർ മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ പേഷ്യൻസിനെ വെൽക്കം ചെയ്യുക, നല്ല രീതിയിൽ ഗ്രീറ്റിംഗ് ചെയ്ത് വെൽക്കം ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവരുടെ പേഷ്യൻസിന്റെയോ അല്ലെങ്കിൽ ആരുടെയൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, പേഷ്യൻസ് അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസിനോ ഡൗട്ടിനൊക്കെ ആൻസറിങ് നൽകുക. മൂന്നാമത്തത് അവിടെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുക. വോയിസ് മെയിൽസ്, അതുപോലെ ഫോൺ സിസ്റ്റംസ്, മെഷീൻസ്, അവരുടെ ഫയൽസിന്റെ കോപ്പീസ് എടുത്ത് വെക്കുക, സ്കാൻ ചെയ്യുക, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത്. പിന്നെ വന്നിട്ട് അതൊന്ന് പറഞ്ഞല്ലോ. ഫോർത്ത് വൺ, ഓക്കെ, ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ലഭിക്കുന്ന ഇൻഫോർമേഷൻസ് കറക്റ്റ് ആയിട്ട് മറ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്ക് അല്ലെങ്കിൽ സർജിക്കൽ ടീമിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കേണ്ടതും ഇദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ക്ലിയർ ആണോ? ത്രൂ എങ്ങനെയാണ്? വെർബലി ആകാം അല്ലെങ്കിൽ റൈറ്റ് ഫോമിൽ ആയിരിക്കാം മെസ്സേജ് പാസ് ചെയ്യിക്കണം. ഓക്കെ, ക്ലിയർ ആണ് കാരുണ്യ? ഫോർത്ത് വൺ. യെസ് മാം. ഓക്കെ, ഫിഫ്ത്ത് വൺ. അടുത്തത് അത് കൂടാതെ തന്നെ ഒരു അഡീഷണൽ ഡ്യൂട്ടീസ് അവർക്ക് വരുന്നുണ്ട്. ഒന്നാമത്തെ വരുന്നത് ലാബിലേക്ക് സ്പെസിമെൻസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ബെഡുകളുടെ എണ്ണം അനുസരിച്ചിട്ട് അവരുടെ പേഷ്യൻസിനെ സർജറി ചെയ്യാൻ പറ്റുന്ന ബെഡുകൾ അനുസരിച്ചിട്ട് വേണം പ്രൊസീജിയർ ഷെഡ്യൂൾ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അവിടെയുള്ള നഴ്സ് സ്റ്റേഷൻസ് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ക്ലീൻ ആണോ എന്നുള്ളത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഈ ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ ജോലിയാണ്. അതുകൂടാതെ തന്നെ പുതിയതായിട്ട് വരുന്ന ന്യൂ ക്ലറിക്കൽ സ്റ്റാഫുകൾക്ക് അവരെ മാനേജ് ചെയ്യാൻ അവരെ ശ്രദ്ധിക്കുകയും അവർക്ക് വേണ്ട ട്രെയിനിങ് നൽകുക എന്നുള്ളതും ഇവരുടെ ജോലിയാണ്, ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഓക്കെ, ഫിഫ്ത്ത് വണ്ണിൽ എന്താ പറഞ്ഞത്? ഫിഫ്ത്ത് വണ്ണിൽ എന്തായിരുന്നു? ഓക്കെ, ഫിഫ്ത്ത് വണ്ണിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? അഡീഷണൽ ഡ്യൂട്ടീസ് പറയുന്നുണ്ട്. നേരത്തെ ഡിസ്കസ് ചെയ്ത ഡ്യൂട്ടീസ് കൂടാതെ ചില അഡീഷണൽ ഡ്യൂട്ടീസ് കൂടി നമ്മുടെ എന്താണ് ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ചെയ്യേണ്ടതുണ്ട്. എന്തൊക്കെയാണത്? ചില പെർട്ടിക്കുലർ സിറ്റുവേഷൻസിൽ ലാബുകളിലേക്ക് സാമ്പിളുകൾ കൊണ്ടുപോകുക. ഓക്കെ, അതേപോലെ തന്നെ ബെഡിന്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്ത് അതിനുശേഷം ഓപ്പറേഷൻസ് ഷെഡ്യൂൾ ചെയ്യുക. ഓക്കെ, ഈ ഡ്യൂട്ടീസ് കൂടി ആര് ചെയ്യേണ്ടതുണ്ട്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറി ചെയ്യേണ്ടതുണ്ട്. ക്ലിയർ ആണോ? ഫിഫ്ത്ത് വൺ ആരായിരുന്നു ചോദിച്ചത്? ക്ലിയർ ആണോ? ഓക്കെ, സോ ഇതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സോ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്തത്?
എന്താണ് ഓപ്പറേഷൻ തിയേറ്റർ എന്ന് പഠിച്ചു. എന്തായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ? അറിയാവുന്നൊരു വേഗം വേഗം പറഞ്ഞോളൂ. എന്തായിരുന്നു ഓപ്പറേഷൻ തിയേറ്റർ? സർജിക്കൽ പ്രൊസീജിയേഴ്സ് നടത്തുന്ന ഒരു പ്ലേസ് ആണ് ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ. ദെൻ നമ്മുടെ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്തായിരുന്നു? എന്തോ? കേട്ടില്ല മാം. ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ ചെറിയ ഇൻസിഷൻ ഇട്ടിട്ട് ഓപ്പറേഷൻസ് ചെയ്യുക എന്നുള്ളതാണ്. ചെറിയ മുറിവിലൂടെ ട്രീറ്റ്മെന്റ് ചെയ്യുക. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇൻട്രൂസീവ് സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, എത്ര ടൈപ്പ് ഓഫ് സർജറീസ് ഉണ്ട്? ഏതൊക്കെയാ നമ്മൾ പഠിച്ചത്? സർജറി, ഓപ്പൺ സർജറി, റോബോട്ട് അസിസ്റ്റഡ് സർജറി. ഓക്കെ. ദെൻ ഓപ്പറേറ്റിംഗ് റൂം എങ്ങനെയായിരിക്കണം? എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം? ജേം ഫ്രീ എൻവയോൺമെന്റ് ആയിരിക്കണം. ജേം ഫ്രീ ആയിരിക്കണം. ദെൻ പിന്നെ PPE കിറ്റുകൾ ധരിച്ചിരിക്കണം. സ്റ്റാഫുകൾ PPE കിറ്റ് ധരിക്കണം, മാസ്ക് ധരിക്കണം, ക്യാപ്പ് ധരിക്കണം, ഷീൽഡ് ധരിക്കണം. പിന്നെന്താ വേറൊരു പ്രത്യേകത ഉണ്ടല്ലോ, എന്താണ്? പിന്നെ ടെമ്പറേച്ചർ ആയിരിക്കണം. എയർ കണ്ടീഷൻഡ് റൂം ആയിരിക്കണം അല്ലേ? ഓക്കെ. ദെൻ ടെമ്പറേച്ചർ വെരി കൂൾ ആയിരിക്കണം. ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സുകൾ ഉപയോഗിക്കണം. ഓക്കെ. ദെൻ ഓപ്പറേറ്റിംഗ് റൂം എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? എക്യുപ്മെന്റ് റെസ്പിറേറ്ററി ആൻഡ് കാർഡിയാക് സപ്പോർട്ട് ഓക്കെ. എക്യുപ്മെന്റ്സ്, അതുപോലെ എമർജൻസി റെസിസ്റ്റേറ്റീവ് ഡിവൈസസ്, പിന്നെ പേഷ്യന്റ് മോണിറ്റേഴ്സ് ആൻഡ് ഡയഗ്നോസ്റ്റിക് ടൂൾസ്. അതിന് എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഓർമ്മയില്ലേ? ഉണ്ട്. ഓക്കെ. നെക്സ്റ്റ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് എൻട്രി ചെയ്യുന്നതിനുള്ള പോളിസികൾ എന്തൊക്കെയായിരുന്നു? അതായത് ആരുടെയും പെർമിഷൻസ് ഇല്ലാതെ അതിനകത്ത് കയറരുത്. കയറേണ്ടി വരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തിനാണ് കയറണം എന്നുള്ളത് മെൻഷൻ ചെയ്യണം. അതുപോലെ അവരുടെ പേഴ്സണൽ IDസും സ്റ്റാഫിനോട് ID കാണിച്ചു കൊടുക്കണം. അതുപോലെ ആർട്ടിഫിഷ്യൽ നെയിൽസ്, എക്സ്റ്റൻഡേഴ്സ്, ചിപ്പ് നെയിൽ പോളിഷ് അതൊന്നും ഇട്ടിട്ട് നമ്മളെ ഒരിക്കലും ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് കയറാൻ പാടില്ല. അതുകൊണ്ട് അതൊക്കെ റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ജ്വല്ലറീസും റിമൂവ് ചെയ്തിരിക്കണം. അതുപോലെ സ്ട്രപ്പ് സ്യൂട്ട് ധരിക്കുക. അതുപോലെ സർജിക്കൽ ക്ലോത്ത്സ് മസ്റ്റ് ആയിട്ടും വെയർ ചെയ്തിരിക്കണം സർജിക്കൽ ഏരിയയിൽ. അതുപോലെ ഷൂസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഷൂസ് കവർ ചെയ്തിരിക്കണം. അതുപോലെ ഫേസ് ഷീൽഡ്സ്, ക്യാപ്പുകള് അതൊക്കെ ധരിക്കണം. പിന്നെ ഹാൻഡ് സ്ക്രബിങ് ചെയ്തിരിക്കണം. സ്ക്രബിംഗ് മെത്തേഡ് ചെയ്തിരിക്കണം. ഓക്കെ. പിന്നെ മറ്റേ സ്റ്റെറൈൽ ടെക്നിക്സ്, അസെപ്റ്റിക് ടെക്നിക്സ് മെത്തേഡ് വേണം അവിടെ മെയിൻറ്റെയിൻ ചെയ്യാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജം ഫ്രീ എൻവയോൺമെന്റ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് നമ്മൾ കയറുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ ആണല്ലോ? അതിനുശേഷം ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഓപ്പറേറ്റിംഗ് തിയേറ്റർ സോണിംഗ് ആണ് അല്ലെ? മെയിൻലി എത്ര സോൺ ഉണ്ട്? 4 സോൺസ് വരുന്നുണ്ട്. ഏതൊക്കെയാണത്? പ്രൊട്ടക്റ്റീവ് സോൺ, ക്ലീൻ സോൺ, സ്റ്റെറൈൽ അസ്തെറ്റിക് സോൺ ആൻഡ് ഡിസ്പോസൽ സോൺ. ഓക്കെ. പ്രൊട്ടക്റ്റീവ് സോൺ വരുന്നുണ്ട്, ക്ലീൻ സോൺ വരുന്നുണ്ട്, സ്റ്റെറൈൽ സോൺ വരുന്നുണ്ട്, ഡിസ്പോസൽ സോൺ വരുന്നുണ്ട്. ഓക്കെ. ദെൻ ഓട്ടോക്ലേവ്. എന്തായിരുന്നു ഓട്ടോക്ലേവ്? ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഡിവൈസ് ആണ്. നമ്മൾ സ്റ്റെറൈൽ ആയിട്ട് നമ്മൾ എക്യുപ്മെന്റ്സിനെ ഹെവി സ്റ്റീം അതുപോലെ പ്രഷറിൽ ക്ലീൻ ചെയ്ത് സ്റ്റെറൈൽ ആക്കി എടുക്കുന്ന ഒരു മെഷീനാണ് ഓട്ടോക്ലേവ്. ഒരു ഡിവൈസ് ആണ് അല്ലേ ഓട്ടോക്ലേവ്? ഓക്കെ. ഓട്ടോ പ്രൊസസർ എന്തായിരുന്നു? ഓട്ടോ പ്രൊസസർ എന്ന് പറഞ്ഞാൽ എക്സ്റേ എടുക്കുന്ന ആ ഡിവൈസ് ആണ് ഓട്ടോ പ്രൊസസർ. ഓക്കെ. ദെൻ ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഡെഫിഷ്യൻസീസ് എന്തൊക്കെയായിരുന്നു? നോ റിസപ്ഷൻ ഏരിയ, പിന്നെ നോ സെപ്പറേറ്റ് റൂംസ്, അതായത് സർജൻസിനും അനസ്തേഷ്യോളജിസ്റ്റ് പിന്നെ ജൂനിയർ ഡോക്ടർമാരെ OT അറ്റൻഡൻസ് ഇവർക്കൊന്നും പ്രൈവറ്റ് ആയിട്ടുള്ള റൂംസ് ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള റൂമിന്റെ എണ്ണം കുറവായിരുന്നു. പിന്നെ അതിന്റെ ഡോറുകളുടെ സൈസുകളും ടൈപ്പും അപ്രോപ്രിയേറ്റ് ആയിരുന്നു. മാനുവൽ ഡോറുകളായിരുന്നു യൂസ് ചെയ്തിരുന്നത്. പിന്നെ ലാമിനാർ ഫ്ലോ ഓഫ് എയർ എക്സ്ചേഞ്ചസ്
ഓക്കെ. അതുപോലെ തന്നെ ലാക്ക് ഓഫ് പ്രോട്ടോകോൾ ആയിരുന്നു. ആ പിന്നെ സെപ്പറേറ്റ് സ്റ്റെറിൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല. CSSD ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വെയിറ്റിംഗ് ഏരിയ റിക്കവറി നോട്ട് എക്യുപ്ഡ് ആയിരുന്നില്ല. അതുപോലെ തന്നെ ബേസിക് ഫെസിലിറ്റീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പൊ ഇത്രയും ഡെഫിഷ്യൻസി ആണ് ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ദെൻ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ പഠിച്ചു. ഏതൊക്കെയായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ തിയേറ്റർ? മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ, ഇന്റഗ്രേറ്റഡ് ഓപ്പറേഷൻ തിയേറ്റർ, ഹൈബ്രിഡ് OT. ഓർമ്മയുണ്ടല്ലോ എല്ലാവരും? ദെൻ പ്രിവെന്റീവ് മെഷേഴ്സ് എന്തൊക്കെയാണ്? നമ്മൾ എന്തൊക്കെ പ്രിവെന്റീവ് മെഷേഴ്സ് എടുക്കണം? ഒരിക്കലും സ്ലിപ്പേഴ്സ് ഇട്ടിട്ട് അകത്ത് കയറരുത്. എപ്പോഴും ഷൂസ് അവിടെ പ്രത്യേകം ഷൂസ് ഉണ്ടാവും, അത് ധരിച്ചിട്ട് വേണം നഴ്സ് ആണെങ്കിൽ അകത്ത് കയറാനായിട്ട്. അതുപോലെ ഷാർപ്പ് ആയിട്ടുള്ള ഡിവൈസ് അല്ലെങ്കിൽ ഷാർപ്സ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പഞ്ച് റെസിസ്റ്റന്റ് കണ്ടെയ്നറിൽ വേണം ഡിസ്കാർഡ് ചെയ്തിട്ട് കളയാനായിട്ട്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇന്ററപ്റ്റേഴ്സ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇലക്ട്രിക് പ്രൊട്ടക്ട് ചെയ്യുന്നതിനായിട്ട് ഗ്രൗണ്ട് ഫോൾട്ട് സർക്യൂട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഓക്കെ. ദെൻ അതുപോലെ റേഡിയേഷൻ ഡെസിമീറ്റേഴ്സ്, എത്രത്തോളം നമുക്ക് റേഡിയേഷൻ എക്സ്പോഷർ ഉണ്ടെന്ന് അളക്കാൻ വേണ്ടിയിട്ടും അതുപോലെ അതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും റേഡിയേഷൻ ഡെസിമീറ്റേഴ്സ് യൂസ് ചെയ്യുക. അതുപോലെ തന്നെ എയർ കണ്ടീഷൻസ് വിത്ത് എഫക്റ്റീവ് ജനറൽ വെന്റിലേഷൻ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉണ്ടായിരിക്കണം, ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതിനെന്ന് വെച്ചാൽ ഗ്യാസ്, ബാഡ് ഓഡേഴ്സും ഗ്യാസും വേപ്പേഴ്സും ഒക്കെ, അതുപോലെ ഹീറ്റ് സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ നമ്മള് ലാറ്റക്സ്, റബ്ബർ ലാറ്റക്സ്, ഇപ്പം ചിലർക്ക് അലർജി വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് പൗഡർലെസ് ആയിട്ടുള്ള നോൺ ലാറ്റക്സ് ആയിട്ടുള്ള ഫ്രീ ലാറ്റക്സ് ഗ്ലൗസസ് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് അതിന് മെയിൻറ്റെയിൻ ചെയ്യുക. കാരണം ബ്ലഡും ബോഡി ഫ്ലൂയിഡ്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രിക്കോഷൻസ് ശ്രദ്ധിച്ചിരിക്കണം. അതുപോലെ ഹാൻഡ് വാഷ്, വൃത്തിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. നമ്മൾ എപ്പോഴും ബോഡി ഫ്ലൂയിഡ്സോ ആയിട്ട് കോണ്ടാക്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ നല്ല വൃത്തിയിൽ ഹാൻഡ് വാഷ് ചെയ്യുക. അതുപോലെ ഹെവി പേഷ്യൻസിനെ ഉയർത്താനായിട്ട് ലിഫ്റ്റിംഗ് എയ്ഡ്സ് യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും അനസ്തെറ്റിക്സോ അല്ലെങ്കിൽ ഓക്സിജൻ ഗ്യാസോ വല്ലതും ലീക്കേജ് ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിരിക്കണം. അതുപോലെ ഫയർ ഓഫ് ഡേഞ്ചർ, എന്തെങ്കിലും ചിലപ്പം തീപിടുത്തം അങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിച്ചിരിക്കണം. ഓക്കെ, വെരി ഗുഡ് കാരുണ്യ. ദെൻ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു ഓപ്പറേഷൻ തിയേറ്ററിലെ പോളിസികൾ എന്തൊക്കെയാണ്, അതേപോലെ റിക്കവറി റൂമിൽ ശ്രദ്ധിക്കേണ്ട പോളിസീസ് എന്തൊക്കെയായിരുന്നു. എന്തൊക്കെയായിരുന്നു? മെത്തേഡ്സ് ഓഫ് പേഷ്യന്റ് ഐഡന്റിഫിക്കേഷൻസ് വരുന്നുണ്ട്. 2 മെത്തേഡ് പഠിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എന്താണ്? പേഷ്യന്റിനെ മൂവ് ചെയ്യുന്ന ടൈമിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. വീൽ ചെയർ, സ്ട്രക്ചർ യൂസ് ചെയ്യണം, അത് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. ഇപ്പൊ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? യെസ് മാം, ക്ലിയർ ആണ്. ഓക്കെ. അപ്പൊ എന്താണ്? പേഷ്യന്റിനെ ഐഡന്റിഫിക്കേഷൻ ആയിട്ട് എന്താണ് 2 മെത്തേഡ്സ് ആണ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മൂവ് ചെയ്യിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചു. പിന്നെന്തായിരുന്നു? ഓപ്പറേറ്റിംഗ് ടേബിളിൽ ടേൺ ചെയ്യിക്കുമ്പോഴും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് പഠിച്ചു. ഇൻഫെക്ഷൻ പ്രിവെൻഷൻ പ്രോട്ടോകോൾസിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി റിക്കവറി റൂമിലും അതേപോലെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പഠിച്ചു. അതിനുശേഷം എന്താണ്? ഓപ്പറേറ്റിംഗ് റൂം എക്സിക്യൂട്ടീവ് സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റീസും പഠിച്ചു. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? അതോടുകൂടി ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 29 ലേബർ റൂം. റീഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു, റീഡ് ചെയ്തായിരുന്നോ? ലേബർ റൂം. ഇതിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഒന്ന് പറഞ്ഞു. മാം ക്വസ്റ്റ്യൻസ് തരുമോ? ഞാൻ അയച്ചിട്ടേക്കാം കേട്ടോ. ഓക്കെ. ലേബർ റൂം എന്തായിരുന്നു? ഓക്കെ, എല്ലാവരുടെ കയ്യിലും PDF ഇല്ലേ? യെസ് മാം. നോക്കിക്കോളൂ. Obstetrics and gynecology services are practiced in almost all of the hospitals where obstetrics deals with the process of childbirth. Notable functional area of the maternity ward are, അതിനു മുൻപ് എന്താണ് obstetrics, എന്താണ് gynecology, എന്താണ് obstetrics? ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഒബ്സ്റ്ററ്റിക്സിൽ വരുന്നതാണ്.
ചൈൽഡ് ബർത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെക്ഷൻ ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. വേറെ എന്തോ ചാപ്റ്റർ 26 ഹൗസ് കീപ്പിംഗ് സർവീസസ് ആണ് വരുന്നത്. 29 ആണ്. 29 ലേബർ റൂം 29. ഓക്കെ, ചാപ്റ്റർ നമ്പർ നോക്കണ്ട. ഓക്കെ, ലേബർ റൂം. ഓക്കെ, അപ്പൊ ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറഞ്ഞ എന്തായിരുന്നു? ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ സെക്ഷൻ ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഗൈനക്കോളജി എന്താണ്? സ്ത്രീ രോഗ വിദഗ്ധർ അങ്ങനെ. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ഡയഗ്നോസ് ചെയ്യുകയും അതേപോലെ ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു സെക്ഷനാണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ആ വ്യത്യാസം ക്ലിയർ ആണോ? ഒബ്സ്റ്റെട്രിക്സ് എന്താണ്, ഗൈനക്കോളജി എന്താണ്? ഓക്കെ, ഇനി മെറ്റേണിറ്റി വാർഡ് പറഞ്ഞ എന്താ വിദ്യ? ഒന്നും കൂടിയും പറയോ? പറയാം. ഒബ്സ്റ്റെട്രിക്സ് എന്താണ്? ഒബ്സ്റ്റെട്രിക്സ് എന്ന് പറഞ്ഞാല് ചൈൽഡ് ബർത്ത് പ്രോസസ്സുമായിട്ട്, അതായത് പ്രസവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ്. ഓക്കെ, അതേസമയം എന്താണ്? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്യുകയും അതേപോലെ തന്നെ അത് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഗൈനക്കോളജി എന്ന് പറയുന്നത്. ക്ലിയർ ആണോ വിദ്യ? ക്ലിയർ ആണ് മാം. ഓക്കെ, ഇനി എന്താണ് മെറ്റേണിറ്റി വാർഡ്? നമ്മളെ ഡെലിവറി ആ സമയത്തൊക്കെ കൊണ്ടുപോകുന്ന. ഓക്കെ, അപ്പൊ മെറ്റേണിറ്റി വാർഡിനെ മെയിൻലി എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് നോക്കിക്കോളൂ. ഫസ്റ്റ് ഏതാണ്? റിസീവിംഗ് ഏരിയ. ഓക്കെ, റിസീവിംഗ് ഏരിയ വരുന്നുണ്ട്. അതേപോലെ അതിനുശേഷം എങ്ങോട്ടേക്കാ പോകുന്നത്? എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, ഫസ്റ്റത്തെയാണ് റിസീവിംഗ് ഏരിയ. എന്താണ് റിസീവിംഗ് ഏരിയ? പേഷ്യന്റിനെ സ്വീകരിക്കുന്ന റിസപ്ഷൻ ഏരിയ പോലുള്ളത്. റിസപ്ഷൻ ഏരിയ പോലുള്ള ഫസ്റ്റ് പേഷ്യന്റ് വന്ന് നിൽക്കുന്ന പ്ലേസ് ആണ് റിസീവിംഗ് ഏരിയ. അവിടെയാണ് ഡോക്യുമെന്റേഷൻ ഒക്കെ നടത്തുന്നത്. ഓക്കെ, രജിസ്ട്രേഷൻ ഒക്കെ നടത്തുന്നത്. അതാണ് റിസീവിംഗ് ഏരിയ. അതിനുശേഷം അവിടെ നിന്ന് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? എക്സാമിനേഷൻ ഏരിയയിലോട്ടാണ്. എന്താണ് എക്സാമിനേഷൻ ഏരിയ? അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ എക്സാമിൻ ചെയ്യുക, എന്തെങ്കിലും നോക്കുക. വേണ്ടി നടത്തുന്നതിന് വേണ്ടി പേഷ്യന്റിനെ കൊണ്ടുപോകുന്ന ഒരു പ്രൈവറ്റ് റൂം ആണ് എക്സാമിനേഷൻ ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അതിനുശേഷം എങ്ങോട്ടേക്കാ കൊണ്ടുപോകുന്നത്? അതിനുശേഷം ആ പേഷ്യന്റ് എങ്ങോട്ടേക്കാ മൂവ് ചെയ്യുന്നത്? പ്രീ ഡെലിവറി റൂം. പ്രീ ഡെലിവറി റൂം. എന്താണ് പ്രീ ഡെലിവറി റൂം? ഡെലിവറിക്ക് മുമ്പ്. ഡെലിവറി ആകുന്നത് വരെ അതിന് മുൻപ് ആ പേഷ്യന്റ് സ്റ്റേ ചെയ്യുന്നത് പ്രീ ഡെലിവറി റൂമിലായിരിക്കും. ഓക്കെ, അപ്പൊ എന്താണ്? അതിനാവശ്യമായിട്ടുള്ള അമ്മയുടെയും കുഞ്ഞിന്റെയും സേഫ്റ്റിക്ക് ആവശ്യമായിട്ടുള്ള അവരുടെ വൈറ്റൽ സയൻസുകൾ മോണിറ്റർ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഡിവൈസുകളും ആ റൂമിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ദെൻ ഡെലിവറി ഓർ ലേബർ റൂം. എന്താണ്? അവിടെ വെച്ചിട്ടായിരിക്കും ഡെലിവറി നടക്കുന്നുണ്ട്. ചൈൽഡ് ബർത്ത് നടക്കുന്ന പ്ലേസ് ആണ്, ആ റൂമാണ് ഡെലിവറി അല്ലെങ്കിൽ ലേബർ റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഡെലിവറി കഴിഞ്ഞ ശേഷം അവിടെ ആയിരിക്കും കിടത്തുക. പ്രോസസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അമ്മയെയും കുഞ്ഞിനെയും ഷിഫ്റ്റ് ചെയ്യിക്കുന്നത്, ഒബ്സർവേഷന് വേണ്ടി മാറ്റുന്നത് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂമിലേക്ക് ആയിരിക്കും. ക്ലിയർ ആണോ? 5 ഏരിയാസ് വരുന്നുണ്ട്. എല്ലാവർക്കും ക്ലിയർ ആണോ? ഇത് ഒബ്സ്റ്റെട്രിക്സ് എന്താണ്, ഗൈനക്കോളജി എന്താണ്, മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? Okay, next നോക്കിക്കോളൂ. The labor room, also named as birthing unit, okay, BIRTHING, birthing unit in the hospital, is where childbirth take place. Is one of the most versatile rooms in the hospital, which grants special facilities assuring safe prenatal care, delivery and immediate postnatal care for the mothers and infants. എന്താ പറയുന്നത്? ലേബർ റൂമിന്റെ മറ്റൊരു പേരാണ് എന്ത്? ബർത്തിങ് യൂണിറ്റ്. ഓക്കെ, ബർത്തിങ് യൂണിറ്റ് എന്ന് പറയുന്നത്. മിസ്, ഇതില് മിസ്റ്റേക്ക് ഇല്ലേ? ബർത്തിങ് എന്നല്ല, ചെയ്തോളത് BIRTHING. ഓക്കെ, ബർത്തിങ് യൂണിറ്റ് ലേബർ റൂമിനെ, ചൈൽഡ് ബർത്ത് പ്രോസസ് നടക്കുന്ന ലേബർ റൂമിനെ പറയുന്ന മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. അതേപോലെ അമ്മയ്ക്കും കുഞ്ഞിനും, മദേഴ്സിനും ഇൻഫാൻസിനും എന്താണ്? സുരക്ഷിതമായിട്ടുള്ള പ്രീനേറ്റൽ കെയർ. എന്താ പ്രീനേറ്റൽ കെയർ? കുഞ്ഞുവാവയുടെ ആദ്യത്തെ മുന്നുള്ള സ്റ്റേജ്, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മയുടെ വയറ്റിൽ ഭ്രൂണാവസ്ഥയിലുള്ള
പ്രീനേറ്റൽ കെയർ, അതേപോലെ ഡെലിവറി ടൈമിലും അതിനുശേഷം വരുന്ന പോസ്റ്റ്നേറ്റൽ കെയറിലും എന്താണ്? ക്ലിയർ ആണോ? പ്രീനേറ്റൽ, ഡെലിവറി ആൻഡ് പോസ്റ്റ്നേറ്റൽ കെയർ. ഓക്കെ, ആ സമയത്തെല്ലാം സേഫ് ആയിട്ടുള്ള സ്പെഷ്യൽ ഫെസിലിറ്റീസ് നൽകുന്ന ഹോസ്പിറ്റൽസിലെ വേഴ്സറ്റൈൽ മുറികളിൽ ഒന്നാണ് ലേബർ റൂം എന്ന് പറയുന്നത്. ഓക്കെ, a pregnant woman will go to the delivery room when she is in the active phase of labor. ഓക്കെ, ഒരു പേഷ്യന്റ് എങ്ങനെയാണ്, എപ്പോഴാണ് ലേബർ റൂമിലേക്ക് പോകുന്നത്? അവർ ആക്റ്റീവ് ഫേസിലാണ്, ലേബറിന്റെ ആക്റ്റീവ് ഫേസിലായിരിക്കുമ്പോഴാണ് ലേബർ റൂമിലേക്ക് മൂവ് ചെയ്യുന്നത്, അല്ലെ? ദിസ് യൂണിറ്റ് ഈസ് ഡിവൈസ് ടു ഹാൻഡിൽ എ ബർത്ത് ഫോർ വുമൺ, മൈനർ സർജറീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. ഓക്കെ, ഏത് ടൈപ്പ് ഓഫ് ഡെലിവറി ആണെങ്കിലും, നോർമൽ ആണെങ്കിലും, അതല്ല എന്താണ് മൈനർ സർജറീസ് ഒക്കെ വേണ്ടി വന്നാലും അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും അവിടെ അവൈലബിൾ ആയിരിക്കും. The labor delivery recovery room, LDR, okay, are in charge of accommodating all kinds of delivery, providing maximum assurance and efficient obstetrical care. In certain healthcare institution, LDR, also known as LDRP. Okay, LDR in the expanded form endana? LDR. Labor delivery recovery room. Labor delivery recovery room. In certain institution എല്ലാം അറിയപ്പെടുന്നത് എന്താണ്? LDRP സ്യൂട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്മോർട്ടം സ്യൂട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. It is one of the particular of the obstetrical department that grants all the required clinical facilities with quality infrastructure, sufficient supply of equipment, consumable and availability of well-trained human resources. So, obstetrical department inde സവിശേഷതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്? എന്തൊക്കെയാണ്? അതായത് പ്രീനേറ്റൽ, അതുപോലെ ഡെലിവറി, അതുപോലെ പോസ്റ്റ് നേറ്റൽ ആയിട്ടുള്ള സമയത്ത് അവർക്ക് വേണ്ട എല്ലാ ഫെസിലിറ്റീസും സ്പെഷ്യൽ കെയറിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും ആ ഡെലിവറി റൂമിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അത് കൂടാതെ തന്നെ ക്വാളിറ്റി ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, അല്ലേ? എല്ലാ ക്ലിനിക്കൽ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സർവീസും അവൈലബിൾ ആയിരിക്കും. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറയുന്നത്. എന്തൊക്കെയായിരുന്നു, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ഫസ്റ്റ് എന്തായിരുന്നു? വാട്ട് ഈസ് ഒബ്സ്റ്ററ്റിക്സ്? ഒബ്സ്റ്ററ്റിക്സ് എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം ഗൈനക്കോളജി എന്താണെന്ന് പഠിച്ചു. ഒബ്സ്റ്ററ്റിക്സ് എന്ന് പറഞ്ഞ എന്താണ്? Process of childbirth. Deals with the process of childbirth. Childbirth. Okay, then gynecology എന്തായിരുന്നു? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ്. ആ ഒരു സെക്ഷൻ ആണ് ഗൈനക്കോളജി എന്നറിയപ്പെടുന്നത്. ദെൻ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാ? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, പ്രീ ഡെലിവറി റൂം, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം. ഓക്കെ, ദെൻ ലേബർ റൂമിന്റെ മറ്റൊരു പേരാണ് ബർത്തിങ് യൂണിറ്റ്. അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ദെൻ ഒബ്സ്റ്ററ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നും പഠിച്ചെന്തായിരുന്നു? പ്രീനേറ്റൽ ആൻഡ് ഡെലിവറി ആൻഡ് പോസ്റ്റ് നേറ്റൽ സമയത്തുള്ള എല്ലാ സാഹചര്യം, ആവശ്യമായ എല്ലാ എക്യുപ്മെന്റ്സും അവിടെ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പിന്നെന്തായിരുന്നു? ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, സഫിഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്, പിന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ ഉണ്ടാവും. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളും ഉണ്ടായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ, ലൊക്കേഷൻ. ഓക്കെ, ഒരു ലേബർ റൂമിന്റെ ലൊക്കേഷൻ എവിടെയായിരിക്കണം? This section should be located in a convenient but isolated area. എന്താ പറയുന്നത്? കൺവീനിയന്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സൗകര്യപ്രദമായിട്ടുള്ള എന്നാൽ ഒറ്റപ്പെട്ട എന്നൊരു സ്ഥലത്തായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ? കൺവീനിയന്റ് ആയിട്ടുള്ള, അതേസമയം എന്താണ്, ഐസൊലേറ്റഡ് ഏരിയ ആയിരിക്കണം. The labor room door remote must be reachable from the entrance of the department to stay away from unnecessary specific while also providing privacy to patients. Okay, ആ ഡിപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസിൽ നിന്നും മറ്റ് തടസ്സങ്ങളൊന്നും കൂടാതെ എളുപ്പത്തിൽ എന്താണ് ലേബർ റൂമിലേക്ക് എത്താൻ കഴിയുന്ന രീതിയിലായിരിക്കണം അതിന്റെ ലൊക്കേഷൻ. ഓക്കെ, ക്ലിയർ ആണോ?
It should be not far from the operation theatre and surgical unit while facilitating the movement of patients, avoiding cross pollution. ക്രോസ് പൊല്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി എന്താണ് ലേബർ റൂം ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം. ഓക്കെ, ക്രോസ് പൊല്യൂഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നാൽ, ഈവൻ സർജറി ചെയ്യേണ്ടി വന്നാൽ, സിസേറിയൻ ചെയ്യേണ്ടി വന്നാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സർജറി ചെയ്യേണ്ട ആവശ്യം വന്നാൽ അത്തരം സമയത്ത് എന്താണ് എളുപ്പത്തിൽ ആ പേഷ്യന്റിനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഷിഫ്റ്റ് ചെയ്യിക്കാനായിട്ട് കഴിയണം. അതുകൊണ്ട് ഓപ്പറേഷൻ തിയേറ്ററിന് അടുത്തായിരിക്കണം ലേബർ റൂം വരേണ്ടത്. ക്ലിയർ ആണോ? ലൊക്കേഷൻ ക്ലിയർ ആണോ? എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഡിസ്കസ് ചെയ്തത്? അത് കൺവീനിയന്റ് ആയിട്ടുള്ള ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ തന്നെ ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന, എൻട്രൻസിൽ നിന്നും ഈസി ആയിട്ട് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അതുപോലെ ഒറ്റപ്പെട്ടിട്ടായിരിക്കണം. അതുപോലെ അനാവശ്യമായിട്ട് പേഷ്യന്റ് പ്രൈവസിയെ ബാധിക്കുന്ന രീതിയിൽ ആൾക്കാരൊന്നും കയറി വരാത്ത രീതിയിലായിരിക്കണം. അതുപോലെ OT-യോട് ചേർന്നായിരിക്കണം ലേബർ റൂം ഉണ്ടായിരിക്കേണ്ടത്. എന്താ വെച്ചാൽ ക്രോസ് പൊല്യൂഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിനോട് അടുത്തായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആണോ അത്? And the next one, design. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? ഓക്കെ, ഒരു ലേബർ റൂമിന്റെ ഡിസൈനിങ് എങ്ങനെയായിരിക്കണം? Labor rooms must be of enough size with large doors allowing passage of the bed or stretcher with attendants. എന്താണ് അറ്റൻഡേഴ്സിന് എന്താണ് ഈ സ്ട്രക്ചർ ഒക്കെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിൽ ലാർജ് ഡോർസ് ആയിരിക്കണം. അതേപോലെ തന്നെ ലേബർ റൂമിന് ആവശ്യത്തിന് വലിപ്പവും ഉണ്ടായിരിക്കണം. ഓക്കെ, ആ രീതിയിലായിരിക്കണം ലേബർ റൂം ഡിസൈൻ ചെയ്യേണ്ടത്. ഇനി എന്താണ്? ദ ലേബർ റൂം കോംപ്ലക്സ് ഷുഡ് ഹാവ് ഇനഫ് ലൈറ്റ്, power backup, ventilation, triage area, clean utility area, autoclaved supplies and common supplies such as towels, linen, etc. പിന്നെ എന്തൊക്കെ പ്രത്യേകതകളാ പറയുന്നത്? ഇനഫ് ലൈറ്റ് ഉണ്ടായിരിക്കണം. ലേബർ റൂം കോംപ്ലക്സിൽ ഇനഫ് ലൈറ്റ്, ആവശ്യത്തിന് ലൈറ്റ് ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ പവർ ബാക്കപ്പ്, എന്താ കണ്ടിന്യൂസ് ആയിട്ട് പവർ പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായ ഡിവൈസുകൾ ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. ദെൻ ട്രയാജ് ഏരിയ, എന്താണ് ട്രയാജ് ഏരിയ? അതായത് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തിരിക്കാവുന്ന രീതിയിൽ പേഷ്യൻസിനെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ്. ഓക്കെ, പ്രയോറിറ്റി. ഓക്കെ, ക്ലാസിഫൈ ചെയ്യുന്നതിനുള്ള ഏരിയയാണ് ട്രയാജ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. ക്ലീൻ ആയിട്ടുള്ള സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള സപ്ലൈസ് എന്താണ് സ്കീപ്പ് ചെയ്യുന്ന ഏരിയയാണ് ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ. ലേബർ റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും കീപ്പ് ചെയ്യുന്ന ഒരു പ്ലേസ് ആണ്. ദെൻ ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് എന്തായിരുന്നു? സ്റ്റെറൈൽ ആയിട്ടുള്ള സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവര്. ഓക്കെ, ജെം ഫ്രീ ആക്കിയിട്ടുള്ള സാധനങ്ങൾ കീപ്പ് ചെയ്യാനായിട്ട്. അതേപോലെ തന്നെ കോമൺ സപ്ലൈസ്, സാധാരണ യൂസ് ചെയ്യുന്ന ലിനൻ, ടവൽ എല്ലാം എന്താണ് ഒരു ലേബർ റൂം കോംപ്ലക്സിൽ ഇത്തരം ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഫസ്റ്റ് എന്തായിരുന്നു പറഞ്ഞത്? ലേബർ റൂം എങ്ങനെയാണ്? ആവശ്യത്തിന് വലിപ്പമുള്ള ലാർജ് ഡോറോട് കൂടിയ ലേബർ റൂം ആയിരിക്കണം. ഓക്കെ, പിന്നെന്തായിരുന്നു? ഇനഫ് ലൈറ്റ്, ലൈറ്റ് വേണം. ദെൻ പവർ ബാക്കപ്പ്, വെന്റിലേഷൻ ഉണ്ടായിരിക്കണം. യൂട്ടിലിറ്റി ഏരിയ, autoclaved supplies and common supplies such as towels, lines, etc. ഓക്കെ, ഇത്തരം ഫെസിലിറ്റീസ് എല്ലാം ഒരു ലേബർ റൂം കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? അതുകൂടാതെ ദിസ് ഏരിയ ഷുഡ് ബി ഡിസൈൻ ടു ബ്ലോക്ക് ഔട്ട് സൗണ്ട്സ്, എൻഷുറിംഗ് ദാറ്റ് പേഷ്യൻസ് ക്യാൻ എക്സ്പീരിയൻസ് ഒപ്റ്റിമൽ കംഫർട്ട് ആൻഡ് റിലാക്സേഷൻസ്. പിന്നെന്താ പറയുന്നത്? പേഷ്യന്റിന് കംഫർട്ട് ആയിരിക്കുന്നതിനും അതേപോലെ തന്നെ റിലാക്സേഷനും വേണ്ടി ഇത്തരം ലേബർ റൂമുകൾ സൗണ്ട് പ്രൂഫ് ആയിരിക്കണം. ഓക്കെ, പുറത്തു നിന്നും അകത്തേക്ക് സൗണ്ട് കേൾക്കാത്ത രീതിയിലുള്ള സൗണ്ട് പ്രൂഫ് റൂം ആയിരിക്കണം ലേബർ റൂം. ക്ലിയർ ആണോ? Facilities for examination, preparation and observation are also available. പിന്നെന്തെല്ലാം വേണം?
എക്സാമിനേഷനുള്ള ഫെസിലിറ്റീസ്, അതേപോലെ തന്നെ പ്രിപ്പറേഷനുള്ള ഫെസിലിറ്റീസ്, ഒബ്സർവേഷനുള്ള ഫെസിലിറ്റീസ് എല്ലാം ഒരു ലേബർ റൂം കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? സോ ഒരു ലേബർ റൂം എങ്ങനെയുള്ളതായിരിക്കണം, അതിന്റെ ഡിസൈനിങ് എങ്ങനെയുള്ളതായിരിക്കണം, ഏത് രീതിയിലുള്ളതായിരിക്കണം? നല്ല വലിപ്പമുള്ളതായിരിക്കണം. സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനുള്ള വലിപ്പം ഉള്ള ഡോറുകളായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ ലൈറ്റ്, പവർ ബാക്കപ്പ്, വെന്റിലേഷൻ, പിന്നെ ട്രയാജ് ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി, ഓട്ടോക്ലേവ്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ടവൽസ്, ലിനൻ അങ്ങനത്തെ ഉള്ളതൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ പേഷ്യൻസിനെ കംഫർട്ട് ആയിട്ട് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി സൗണ്ട് ഇല്ലാത്ത രീതിയിലുള്ള ഏരിയ ആയിരിക്കണം. പിന്നെ ഒബ്സർവേഷൻ, പ്രിപ്പറേഷൻ, എക്സാമിനേഷൻ ഇതിനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ LDR, ലേബർ ഡെലിവറി റിക്കവറി, IDR എന്നാണ്, അത് LDR ആക്കിക്കോളൂ കേട്ടോ. അതിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3 സോണുകൾ വരുന്നുണ്ട്. അതിനുശേഷം ഫെസിലിറ്റീസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ടോപ്പിക് വരുന്നുണ്ട്. ദെൻ ലേബർ വാർഡ് പ്രോട്ടോകോൾസ് വരുന്നുണ്ട്. ഇത്രയും ടോപ്പിക് എന്താണ് റീഡ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിൽ വരാനായിട്ട്. ക്ലിയർ ആണോ? സോ ലേബർ റൂം എന്നൊരു ക്ലാസ്സിൽ നമ്മൾ എന്താണ് ലേബർ റൂം എന്ന ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? എന്തൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു? ചൈൽഡ് ബർത്ത്, എന്താണ് ഒബ്സ്റ്ററ്റിക്സ്, ഗൈനക്കോളജി, അതുപോലെ തന്നെ മെറ്റേണിറ്റി വാർഡിൽ എന്തൊക്കെയാണുള്ളത്. ഓക്കെ, ഒബ്സ്റ്ററ്റിക്സ് എന്താണെന്ന് പഠിച്ചു അല്ലെ? ചൈൽഡ് ബർത്ത് പ്രോസസ് നടക്കുന്ന അതുമായിട്ട് ഡീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു സെക്ഷനിൽ വരുന്നത്, ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരുന്നത്. ദെൻ ഗൈനക്കോളജിയിൽ എന്തായിരുന്നു? ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, സിസ്റ്റവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളെ ട്രീറ്റ് ചെയ്യുക. ദെൻ മെറ്റേണിറ്റി വാർഡിൽ ഉൾപ്പെടുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? റിസീവിംഗ് ഏരിയ, എക്സാമിനേഷൻ ഏരിയ, ആൻഡ് പ്രീ ഡെലിവറി റൂം, ഡെലിവറി ഓർ ലേബർ റൂം, ആൻഡ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ. LDR എന്താണ്? LDR ആരാ ചോദിച്ചത്? LDR ലേബർ ഡെലിവറി റിക്കവറി റൂം. ഡെലിവറി റിക്കവറി റൂം. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് മെറ്റേണിറ്റി വാർഡിൽ വരുന്നത്? റിസീവിംഗ് ഏരിയ വരുന്നുണ്ട്, അതേപോലെ തന്നെ എക്സാമിനേഷൻ ഏരിയ വരുന്നുണ്ട്, പ്രീ ഡെലിവറി റൂം വരുന്നുണ്ട്, പിന്നെന്തായിരുന്നു? ഡെലിവറി അല്ലെങ്കിൽ ലേബർ റൂം വരുന്നുണ്ട്, പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം വരുന്നുണ്ട്. എന്താണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം? ഡെലിവറി ശേഷം എന്താ പറയുക, റൂം. ചൈൽഡ് ബർത്ത് പ്രോസസ് എല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം അമ്മയെയും കുഞ്ഞിനെയും ഒബ്സർവേഷന് വേണ്ടി മാറ്റുന്ന, ഷിഫ്റ്റ് ചെയ്യുന്ന റൂമാണ് പോസ്റ്റ് ഡെലിവറി ഒബ്സർവേഷൻ റൂം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ? ദെൻ ചൈൽഡ് ബർത്ത് പ്രോസസ് നടക്കുന്ന ലേബർ നാറ്റൽ കെയർ ഒന്നുകൂടെ പറയോ? എന്താടാ? പ്രീനാറ്റൽ കെയറും പോസ്റ്റ് നാറ്റൽ കെയറും. പറയാം. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? ദെൻ ലേബർ റൂമിന്റെ മറ്റൊരു പേരെന്തായിരുന്നു? ബർത്തിങ് യൂണിറ്റ്. അതൊന്നും കൂടി പറയാമോ? ലേബർ റൂമിന്റെ മറ്റൊരു പേര്? ബർത്തിങ്, BIRTHING, ബർത്തിങ് യൂണിറ്റ്. BIR ബർത്ത് ഇല്ലേ, ബർത്ത്, BIRTHING, ബർത്തിങ് യൂണിറ്റ്. നോട്ട് ചെയ്തോ? ഓക്കെ, പ്രീനേറ്റൽ കെയർ എന്തായിരുന്നു? അമ്മയ്ക്കും കുഞ്ഞിനും സുരക്ഷിതമായിട്ടുള്ള പ്രീനേറ്റൽ കെയർ, ഡെലിവറിക്ക് മുൻപുള്ള കെയറും അതേപോലെ ഡെലിവറി ടൈമിലും അതിനുശേഷമുള്ള കെയറും പ്രൊവൈഡ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വെർസറ്റൈൽ റൂമാണ് ലേബർ റൂം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്രീനേറ്റൽ കെയർ ബർത്തിന് ഡെലിവറിക്ക് മുൻപുള്ള സ്റ്റേജ് ആണ്. അതിനുശേഷം ഡെലിവറി ടൈമില്, അതിനുശേഷം എന്താണ്? പോസ്റ്റ്നേറ്റൽ കെയർ, ആഫ്റ്റർ ഡെലിവറിക്ക് ശേഷമുള്ള കെയർ. അതിനാവശ്യമായ എല്ലാ ഫെസിലിറ്റീസും അടങ്ങിയിട്ടുള്ള ഒരു വെർസറ്റൈൽ റൂമാണ് എന്ത്? ലേബർ റൂം എന്ന് പറയുന്നത്. പിന്നെന്തായിരുന്നു? പിന്നെന്താ അതിൽ പഠിച്ചത്? ലൊക്കേഷൻ. ഓക്കെ, അതിനു മുൻപ് LDRP സ്യൂട്ട് എന്നും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, മറ്റൊരു പേരാണ് LDRP സ്യൂട്ട്, ലേബർ ഡെലിവറി റിക്കവറി ആൻഡ് പോസ്റ്റ്പാർട്ടം സ്യൂട്ട്. ഓക്കെ, ദെൻ ഒബ്സ്റ്റട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയായിരുന്നു പഠിച്ചത്?
ക്ലിനിക്കൽ ഫെസിലിറ്റീസ് വിത്ത് ക്വാളിറ്റി ഇൻഫ്രാസ്ട്രക്ചർ, സഫീഷ്യന്റ് സപ്ലൈ ഓഫ് എക്യുപ്മെന്റ്, പിന്നെ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകൾ. വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളുടെ സർവീസും അവൈലബിൾ ആണ്. ഓക്കെ, ദെൻ ലൊക്കേഷൻ എവിടെ ആയിരിക്കണം ഒരു ലേബർ റൂമിന്റെ ലൊക്കേഷൻ വരേണ്ടത്? എങ്ങനെയായിരിക്കണം ലൊക്കേഷൻ? കൺവീനിയന്റ് ആയിട്ട് ഐസൊലേറ്റഡ് ഏരിയയിലായിരിക്കണം. ഓക്കെ, ദെൻ അത് മാത്രം മതിയോ? പിന്നെന്താണ്? പിന്നെ അതുപോലെ ഒരു എൻട്രൻസിൽ നിന്നും തടസ്സം കൂടാതെ ഈസി ആയിട്ട് മൂവ് ചെയ്യാനുള്ളതായിരിക്കണം. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, പേഷ്യൻസിനെ പ്രൈവസിയെ ബാധിക്കാത്ത രീതിയിൽ ലേബർ റൂമിൽ എത്തിച്ചേരാൻ കഴിയണം. ഓക്കെ, ആ രീതിയിലായിരിക്കണം അതിന്റെ ലൊക്കേഷൻ വരേണ്ടത്. പിന്നെന്താണ്? സർജിക്കൽ യൂണിറ്റിന്റെയും അടുത്തായിരിക്കണം. ക്രോസ് പൊല്യൂഷൻ തടയുന്നതിന് വേണ്ടി എവിടെ ആയിരിക്കണം? ഓപ്പറേഷൻ തിയേറ്ററിന്റെ അടുത്തായിരിക്കണം ലേബർ റൂം ലൊക്കേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ഡിസൈൻ എന്തായിരുന്നു? ഡിസൈൻ എനഫ് സൈസ് വിത്ത് ലാർജ് ഡോർസ്. ഓക്കെ, ലാർജ് ഡോർസ്. ബെഡും സ്ട്രക്ചറും ഒക്കെ ഈസി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വിധത്തിലുള്ളത്. കൊണ്ടുപോകാൻ കഴിയുന്ന വലിപ്പത്തിലുള്ള ഡോർസുകളോട് കൂടിയ വലിപ്പം കൂടിയ റൂമുകളായിരിക്കണം ലേബർ റൂമായിട്ട് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ദെൻ ലൈറ്റ്, പവർ ബാക്കപ്പ്, വെന്റിലേഷൻ, ട്രയേജ് ഏരിയ, ക്ലീൻ യൂട്ടിലിറ്റി ഏരിയ, ഓട്ടോക്ലേവ്ഡ് സപ്ലൈസ് ഇതൊക്കെ ഉണ്ടായിരിക്കണം. ഓക്കെ, ട്രയേജ് ഏരിയ എന്തായിരുന്നു? ഡിഫറെന്റ് സ്റ്റേജസിലായിട്ട് പേഷ്യന്റിനെ ബേസില് റൂമുകളിൽ നിന്ന് മാറ്റാനായിട്ട്. ഓക്കെ, ഏത് റൂമിലേക്കാണ് പേഷ്യന്റിനെ മാറ്റേണ്ടതെന്ന് തീരുമാനിക്കുന്നതിനുള്ള റൂമാണ്, ഏരിയയാണ് ട്രയേജ് ഏരിയ. സിംറ്റംസിന്റെ ബേസിൽ പേഷ്യന്റിനെ ക്ലാസിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്തരം ഫെസിലിറ്റീസ് എല്ലാം ഒരു ലേബർ റൂമില് കോംപ്ലക്സിൽ ഉണ്ടായിരിക്കണം. പിന്നെന്താ പറയുന്നത്? കംഫർട്ട് ആൻഡ് റിലാക്സേഷൻ ഉള്ള സൗണ്ടുകളൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം പേഷ്യൻസ് നിൽക്കേണ്ടത്. അവരിനെ ആയിട്ടുള്ള ഒരു ഏരിയയിലായിരിക്കണം ഈ ലേബർ റൂം വരേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ ഒബ്സർവേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, എക്സാമിനേഷൻ ഇതിനൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം. എക്സാമിനേഷൻ ആണെങ്കിലും അതേപോലെ പ്രിപ്പറേഷന് വേണ്ടിയാണെങ്കിലും അതേപോലെ ഒബ്സർവേഷന് വേണ്ടി ആ പേഷ്യന്റിനെ പരിശോധിക്കുന്നതിനും ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും എന്താണ് ലേബർ റൂമിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? നോ മാം, ക്ലിയർ ആണ്. ക്ലാസ് എന്തോ ബ്ലോക്ക് ഔട്ട് സൗണ്ട് ഉദ്ദേശിക്കുന്നത് നോയിസ് പൊല്യൂഷൻ ഇല്ലാതിരിക്കാന്നാണോ? അതെ അതെ, സൗണ്ട് പൊല്യൂഷൻ എന്താണ് ഉണ്ടാകാൻ പാടില്ല. മീൻസ് എന്താണ് ആ പേഷ്യന്റ് കംഫർട്ട് ആയിരിക്കണം ആ റൂമില്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നേരത്തെ പറഞ്ഞ പോലത്തെ ടോപ്പിക് എന്താണ് ഡിസ്കസ് റീഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. ഓക്കെ ഓക്കെ മാം, വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, താങ്ക് യു. Okay, ma'am. Thank you, ma'am. Thank you, ma'am.